ഇംഗ്ലീഷിൽ ചില കാര്യങ്ങളുണ്ട്, കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ ഇത് വളരെ ഈസി ആണല്ലോ എന്ന്, പക്ഷേ ഉപയോഗിക്കുമ്പോൾ കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നുകയും ചെയ്യും. അങ്ങനെ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കാറുള്ള 4 വാക്കുകളെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. ഏതാണെന്ന് കാണാലോ? ഹൂ, ഹും, ഹൂസ്, പിന്നെ കുറച്ച് വ്യത്യാസമുള്ളൊരു ഹൂസ് കൂടെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് വളരെ ഈസി ആയിട്ട് തോന്നും, പക്ഷേ നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിച്ച് കാണണം കേട്ടോ. എന്നിട്ട് കണ്ടാൽ മാത്രം പോരാ, ഇതിൻ്റെ അവസാനം ഞാനൊരു ഷോർട്ട് ക്വിസ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആൻസേഴ്സ് കൂടെ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മളിപ്പോൾ കണ്ട ഈ 4 വാക്കുകളുണ്ടല്ലോ, അതിൽ ആദ്യത്തെ 3 വാക്കുകളാണ് നിങ്ങളിവിടെ ഈ കാണുന്നത്. അപ്പോൾ 4ാമത്തെ വാക്ക് ഓർമ്മയുണ്ടല്ലോ, കുറച്ച് വ്യത്യാസമുള്ളൊരു ഹൂസ്, അതിന് നമുക്ക് പിന്നീട് പരിചയപ്പെടാം. അപ്പോൾ ഈ 3 വാക്കുകളും ഇംഗ്ലീഷിൽ നമ്മൾ 2 രീതിയിലാണ് യൂസ് ചെയ്യുക. ഒന്ന്, ചോദ്യങ്ങൾ ചോദിക്കാം, അതായത് ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യാൻ. അപ്പോൾ ക്വസ്റ്റ്യൻസിൽ ഈ വാക്കുകൾ വരുമ്പോൾ ഇവർക്ക് പ്രത്യേക ഒരു പേരും ഉണ്ട്, ഇൻറ്ററഗേറ്റീവ് പ്രൊനൗൺസ് എന്ന് പറയും. അപ്പോൾ ഇത് ഓർത്തിരിക്കണം എന്നൊരു നിർബന്ധമില്ല, നിങ്ങൾ വെറുതെ അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഒന്നാമത്തെ യൂസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ. രണ്ടാമത്തത് റിലേറ്റീവ് ക്ലോസസിലും നമ്മൾ ഈ വാക്കുകൾ യൂസ് ചെയ്യാറുണ്ട്. റിലേറ്റീവ് ക്ലോസസിൽ റിലേറ്റീവ് പ്രൊനൗൺസ് ആയിട്ടാണ് ഇവരെ നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും എന്താണ് ഈ റിലേറ്റീവ് ക്ലോസസ്, റിലേറ്റീവ് പ്രൊനൗൺസ് എന്നൊക്കെ. അത് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. ആദ്യം നമുക്ക് എങ്ങനെയാണ് ഇവരെ ക്വസ്റ്റ്യൻസിൽ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഹൂവിനെ അടുത്ത് പരിചയപ്പെടാം. അപ്പോൾ ഞാനിവിടെ കാണിച്ചിരിക്കുന്ന മലയാളത്തിലുള്ള ഈ സെൻറ്റൻസ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വായിച്ചേ. രമ എന്നെ വിളിച്ചു. അപ്പോൾ ഇവിടെ ആരാണ് പ്രവൃത്തി ചെയ്യുന്നത്? രമയാണ് അല്ലേ? രമയാണ് ഇവിടെ കർത്താവ്, അതായത് സബ്ജക്റ്റ്. ഇനി എനിക്കൊരു ചോദ്യം ചോദിക്കണം, ആരാണ് എന്നെ വിളിച്ചത്? അപ്പോൾ നിങ്ങൾക്കറിയാലോ ഉത്തരം എന്താണെന്ന്. ആരാ വിളിച്ചത്? രമയാണ് അല്ലേ? അപ്പോൾ ഇവിടെ സബ്ജക്റ്റാണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഈ ആരാണ് എന്നെ വിളിച്ചതെന്നുള്ളത് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുക? ഹൂ കോൾഡ് മീ. ശരിയാണല്ലോ, ഹൂ കോൾഡ് മീ. ഇനി അടുത്ത സെൻറ്റൻസ്, ജോൺ പരീക്ഷ എഴുതി. ഇംഗ്ലീഷിൽ ജോൺ റോട്ട് ദി എക്സാം. അപ്പോൾ ഇവിടെ ആരാണ് സബ്ജക്റ്റ്? ജോൺ ആണല്ലേ, ജോണാണ് പരീക്ഷ എഴുതിയത്. ഇനി ചോദ്യം ഇതാണ്, ആരാണ് പരീക്ഷ എഴുതിയത്? ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കും ഇംഗ്ലീഷിൽ? ഹൂ റോട്ട് ദി എക്സാം. കണ്ടല്ലോ, ഹൂ റോട്ട് ദി എക്സാം. അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ ഹൂ ഡിഡ് റൈറ്റ് ദി എക്സാം ഞാൻ ചോദിച്ചില്ല. സാധാരണ നമ്മൾ പാസ്റ്റ് ടെൻസിൽ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അവിടെ ഡിഡിൻ്റെ ആവശ്യം വരുമല്ലോ. പക്ഷേ ഇവിടെ ഹൂവിൻ്റെ കൂടെ പാസ്റ്റ് ടെൻസിലാണ് സെൻറ്റൻസ് എങ്കിലും നമ്മൾ ഡിഡ് ചേർക്കേണ്ട കാര്യമില്ല. കാരണം ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ ഹൂ എന്ന് ചോദിക്കുമ്പോൾ ഉത്തരമായിട്ട് കിട്ടുന്നത് സബ്ജക്റ്റാണ് അല്ലേ? ആ സബ്ജക്റ്റിൻ്റെ പേരാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഹൂ കഴിഞ്ഞ് ഡിഡ് എന്ന് പറയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി മറ്റൊരു ചോദ്യം, ആരാണ് നിങ്ങൾ? ഇംഗ്ലീഷിൽ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ വരിക? ഹൂ ആർ യു. ഇനി മറ്റൊന്ന്, ആരാണ് ഇപ്പോൾ പാടുന്നത്? അപ്പോൾ ഇപ്പോൾ നടക്കുന്ന കാര്യമാണ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് കേട്ടോ ഇവിടെ. ചോദ്യം എങ്ങനെ ഇംഗ്ലീഷിൽ? ഹൂ ഇസ് സിംഗിങ് നൗ. ഹൂ ഇസ് സിംഗിങ് നൗ. അപ്പോൾ എങ്ങനെയാണ് ഹൂ ഉപയോഗിക്കുന്നതെന്ന് നമുക്കിപ്പോൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത വാക്കിനെ പരിചയപ്പെടാം, ഹും. ഈ സെൻറ്റൻസ് കണ്ടല്ലോ, ഞാൻ രമയെ വിളിച്ചു. ഇംഗ്ലീഷിൽ പറയുന്നത് ഐ കോൾഡ് രമ എന്നാണ്. അപ്പോൾ ഇവിടെ പ്രവൃത്തി ചെയ്തത് ഞാനാണ്, ഐ ആണ് സബ്ജക്റ്റ്. പക്ഷേ ഞാൻ ആരെയാണ് വിളിച്ചത്? രമയെ. അപ്പോൾ രമ എന്ന് പറയുന്നത് കർമ്മം, അതായത് ഒബ്ജക്റ്റാണ്. അപ്പോൾ ഇവിടെ ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം, ഞാൻ ആരെയാണ് വിളിച്ചത് എന്നാണ്. ശ്രദ്ധിച്ച് കേട്ടോ, ഞാൻ ആര് ആണ് വിളിച്ചതെന്നല്ല ചോദിച്ചേ, ഞാൻ ആരെയാണ് വിളിച്ചത്. അപ്പോൾ എങ്ങനെയത് ഇംഗ്ലീഷിൽ ചോദിക്കുക? ഹും ഡിഡ് ഐ കോൾ. ഹും ഡിഡ് ഐ കോൾ. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചല്ലോ, ഹും കഴിഞ്ഞിട്ട് നമ്മൾ ഡിഡ് ചേർത്തു. നേരത്തെ ഓർമ്മയില്ലേ, ഹൂ കഴിഞ്ഞിട്ട് ഡിഡിൻ്റെ ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഹും കഴിഞ്ഞിട്ട് നമ്മൾ ഡിഡ് ചേർക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഈ ഹും ഡിഡ് ഐ കോൾ എന്ന് ചോദിക്കുമ്പോൾ ഉത്തരമായിട്ട് കിട്ടുന്നത് എന്താണ്? ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് വന്ന രമ എന്ന പേരാണല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ഹും കഴിഞ്ഞിട്ട് ഡിഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഹൂ ഹും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവണമെങ്കിൽ അതിന് വേറൊരു മാർഗം കൂടിയുണ്ട്. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന വാക്കുകളൊന്ന് ശ്രദ്ധിക്കൂ. ഐ, മീ. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, മീ എന്നെ. ഇനി ഹീ, ഹിം. ഹീ അവൻ, ഹിം അവനെ. ഷീ ഹർ. ഷീ അവൾ, ഹർ അവളെ. വി അസ്. വി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ. അസ് എന്ന് പറയുന്നതോ ഞങ്ങളെ അല്ലെങ്കിൽ നമ്മളെ. ഇത് തന്നെയാണ് ഈ ഹൂവും ഹുമ്മും തമ്മിലുള്ള വ്യത്യാസം. ഹൂ ആര്, ഹും ആരെ. അപ്പോൾ ഈ ആദ്യത്തെ ഗ്രൂപ്പിലുള്ള വാക്കുകളെയൊക്കെ നമ്മൾ വിളിക്കുന്നത് സബ്ജക്റ്റ് പ്രൊനൗൺസ് എന്നാണ്. അടുത്തതോ ഒബ്ജക്റ്റ് പ്രൊനൗൺസ്. നമുക്കിനി ഹും ഉപയോഗിച്ചുള്ള കുറച്ച് സെൻറ്റൻസസ് കൂടെ നോക്കാം.
നിങ്ങൾ ആരെയാണ് കണ്ടുമുട്ടിയത്? ഹും ഡിഡ് യു മീറ്റ്? ഹും ആണ് ഞാൻ ഉപയോഗിച്ചത്. അപ്പോൾ ഇവിടെ ഹൂ ആണോ ഹും ആണോ വരേണ്ടതെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അത് മാറാൻ ഞാൻ വേറൊരു വഴി പറഞ്ഞുതരാം. അപ്പോൾ ഈ സെൻറ്റൻസ് നോക്കൂ. ഇതിൻ്റെ ഉത്തരമായിട്ട് നമ്മൾ പറയുന്നത് ഐ മെറ്റ് ഷീ എന്നാണോ ഹെർ എന്നാണോ പറയുക? ഐ മെറ്റ് ഷീ എന്ന് നമ്മൾ പറയുമോ? ഇല്ലല്ലോ. ഐ മെറ്റ് ഹെർ എന്നാണ് ഉത്തരം വരിക അല്ലേ? അതുപോലെ തന്നെ ചോദ്യത്തിലും ഹൂ അല്ല ഹും ആണ് ഗ്രാമാറ്റിക്കലി വരേണ്ടത്. മറ്റൊന്ന്, നിങ്ങൾ ആരെയാണ് ക്ഷണിച്ചത്? ഹും ഡിഡ് യു ഇൻവൈറ്റ്? ഞാൻ ആരെയാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത്? ഹും ഷുഡ് ഐ കോൺടാക്റ്റ്? കണ്ടല്ലോ, ഇവിടെ എല്ലാം ചോദ്യം ആരെയാണ് എന്നതായിരുന്നു. ഇനി വേറൊരു സെൻറ്റൻസ് നോക്കാം. ആരോടാണ് നിങ്ങൾ സംസാരിക്കുന്നത്? ചോദ്യം കേട്ടല്ലോ, ആരെയാണെന്നല്ല ആരോടാണ് എന്നായിരുന്നു ചോദ്യം. അപ്പോൾ ഇംഗ്ലീഷിൽ ഹും ആർ യു സ്പീക്കിംഗ് ടു? ഹും ആർ യു സ്പീക്കിംഗ് ടു? കണ്ടല്ലോ, സ്പീക്കിംഗ് കഴിഞ്ഞിട്ട് ടു എന്നൊരു പ്രപ്പോസിഷൻ വന്നു. ആരോടാണ് എന്ന് വരാനാണ് അങ്ങനെ നമ്മൾ ഉപയോഗിച്ചത് കേട്ടോ. പക്ഷേ ഇതേ ചോദ്യം കുറച്ചുകൂടെ ഫോമൽ ആക്കണമെങ്കിൽ അവിടെ നമ്മൾ ചെറിയൊരു വ്യത്യാസം കൊണ്ടുവരും. ടു ഹും ആർ യു സ്പീക്കിംഗ് എന്ന് ചോദിക്കും. വ്യത്യാസം എന്താണെന്ന് കണ്ടോ? ആ ടു എന്ന് പറഞ്ഞ പ്രപ്പോസിഷൻ നമ്മൾ മുന്നിലേക്ക് കൊണ്ടുവന്നു. ടു ഹും ആർ യു സ്പീക്കിംഗ്? നിങ്ങൾ ആർക്കാണ് ഇമെയിൽ അയച്ചത്? ഫോമലായിട്ട് ചോദിക്കുക. ടു ഹും ഡിഡ് യു സെൻഡ് ദി ഇമെയിൽ? മറ്റൊരു ചോദ്യം, ആരിൽ നിന്നാണ് നിങ്ങൾ അവാർഡ് സ്വീകരിക്കുന്നത്? ഫ്രം ഹും വിൽ യു റിസീവ് ദി അവാർഡ്? ഫ്രം ഹും വിൽ യു റിസീവ് ദി അവാർഡ്? ഞാൻ ഇനി പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഞാനിവിടെ ഹൂ ഹും തമ്മിലുള്ള വ്യത്യാസം ഇത്രയധികം എക്സ്പ്ലെയിൻ ചെയ്തു തന്നു, ഒരുപാട് എക്സാമ്പിൾസ് തന്നു. ഇതൊക്കെയാണെങ്കിലും ഞാൻ പറയുകയാണ്, ഹും എന്നത് സ്പോക്കൺ ഇംഗ്ലീഷിൽ വളരെ റെയർ ആയിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് എന്നത് ഡെയിലി ലൈഫിൽ നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും. ഹൂ ആർ യു സ്പീക്കിംഗ് ടു? ഹും ആർ യു സ്പീക്കിംഗ് ടു എന്ന് പറയുന്നത് വളരെ റെയറാണ്. എന്നിട്ടും ഞാനതിങ്ങനെ ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കാരണം ഈ ഹൂ ഹും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ശരിക്കും അറിയാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം നമ്മൾ അറിഞ്ഞിരിക്കുക. എന്നിട്ട് നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൽ വേണമെങ്കിൽ ഹുമിന് പകരം ഹൂ തന്നെ യൂസ് ചെയ്യാം. ഇത് മാത്രമല്ല, പല പരീക്ഷകളിലും ഈ ഹുമിനെ ബേസ് ചെയ്തുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. ഇത് കൂടാതെ വളരെ ഫോമലായിട്ടുള്ള ഒഫീഷ്യലായിട്ടുള്ള കോണ്ടെക്സ്റ്റിലൊക്കെ ഹും തന്നെയാണ് യൂസ് ചെയ്ത് കാണാറുള്ളത്. അവിടെ ഹൂ അങ്ങനെ ഉപയോഗിക്കാറില്ല. അതുകൊണ്ടാണ് ചില ഒഫീഷ്യൽ ലെറ്റേഴ്സിലൊക്കെ നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്ത് കാണാറുണ്ട് ടു ഹൂം ഇറ്റ് മേ കൺസേൺ എന്ന്. ടു ഹൂ ഇറ്റ് മേ കൺസേൺ എന്നല്ല പറയാറുള്ളത്. അപ്പോൾ ഹൂം എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഹൂസ്. ഈ സെൻറ്റൻസ് ഒന്ന് നോക്കൂ. ഇത് മിനിയുടെ പുസ്തകമാണ്. ആരുടെ? മിനിയുടെ. അപ്പോൾ ഇംഗ്ലീഷിൽ ദിസ് ഇസ് മിനീസ് ബുക്ക്. അപ്പോൾ മിനിയുടെ എന്ന അർത്ഥം കിട്ടാൻ ഇംഗ്ലീഷിൽ നമ്മൾ ഉപയോഗിച്ച ടെക്നിക്ക് എന്നത് കണ്ടോ? മിനി എന്നെഴുതിയിട്ട് അപ്പോസ്ട്രഫി എസ് കൂടെ ചേർത്തു. അപ്പോൾ മിനീസ് എന്ന് ഞാൻ പറഞ്ഞത് എന്തിനാണ്? ഇത് മിനിയുടെ ഉടമസ്ഥതയിലുള്ള വസ്തുവാണെന്ന് പറയാനാണ്. അതായത് ഈ പുസ്തകം മിനിയുടെ സ്വന്തമാണ് എന്ന് പറയാനാണ് ഞാൻ ഈ മിനീസ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയത്. ഇനി എനിക്കൊരു ചോദ്യം ചോദിക്കണം. ആരുടെയാണ് ഈ പുസ്തകം? ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കും? ഹൂസ് ബുക്ക് ഇസ് ദിസ്? ചോദ്യം കണ്ടല്ലോ, ഹൂസ് ബുക്ക് ഇസ് ദിസ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ആരുടെ എന്നർത്ഥം കിട്ടാൻ ഇംഗ്ലീഷിൽ ഒരു വാക്ക് ഉപയോഗിച്ചാൽ മതി, ഹൂസ്. അടുത്ത സെൻറ്റൻസ്, അവർ എൻ്റെ വിദ്യാർത്ഥികളാണ്. ദോസ് ആർ മൈ സ്റ്റുഡൻസ്. ചോദ്യം, ഹൂ സ്റ്റുഡൻസ് ആർ ദോസ്? ആരുടെ വിദ്യാർത്ഥികളാണ് അവർ? ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം. ആരുടെ ഐഡിയയാണ് ഏറ്റവും നല്ലത്? ഹൂസ് ഐഡിയ ഇസ് ദ ബെസ്റ്റ്. ആരുടെ പിറന്നാളാണ് ഇന്ന്? ഹൂസ് ബർത്ത്ഡേ ഇസ് ഇറ്റ് ടുഡേ? നമ്മളിപ്പോൾ കണ്ട 5 ചോദ്യങ്ങളും ഞാനിവിടെ ഒരുമിച്ച് കാണിക്കുകയാണ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? ഈ ഹൂസ് എന്ന വാക്ക് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത് എന്താണ്? എന്തെങ്കിലും ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളുടെയൊക്കെ പേരുകളാണ്. കണ്ടല്ലോ, ഐഡിയ, ബർത്ത്ഡേ, ബുക്ക്, സ്റ്റുഡൻസ് എല്ലാം നൗൺസ് ആണ്. അപ്പോൾ ഹൂസ് കഴിഞ്ഞാൽ ഒരു നൗൺ വന്നിരിക്കണം. അപ്പോൾ ഹൂവും ഹൂസും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. ഹൂ എന്ന് പറഞ്ഞാൽ ആര്, ഹൂസ് എന്ന് പറഞ്ഞാൽ ആരുടെ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഐ, മൈ തമ്മിലുള്ള വ്യത്യാസം. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, മൈ എൻ്റെ, മൈ കാർ. അതുപോലെ ഹി, ഹിസ് കാർ, അവൻ, അവൻ്റെ കാറ്. ഷീ, ഹർ കാർ, അവൾ, അവളുടെ കാറ്. വി, അവർ കാർ, ഞങ്ങൾ, ഞങ്ങളുടെ കാറ്. അപ്പോൾ ഈ ആദ്യത്തെ ഗ്രൂപ്പിലുള്ളതിനെ നമ്മൾ വിളിക്കുന്നത് സബ്ജക്റ്റ് പ്രൊനൗൺസ് ആണെന്ന് അറിയാലോ. അപ്പോൾ രണ്ടാമത്തെ ഗ്രൂപ്പിലുള്ളവരെ നമ്മൾ എന്താ വിളിക്കുക? പൊസസീവ് പ്രൊനൗൺസ് എന്ന് വിളിക്കും.
അങ്ങനെ പറയാൻ കാരണം എന്താണ്? ഈ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തെങ്കിലും ഒരു വസ്തു അവരുടേതാണ്, അവരാണ് അതിൻ്റെ ഉടമസ്ഥർ എന്ന് കാണിക്കാനാണ് അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഈ വാക്കുകൾക്ക് പൊസസീവ് പ്രൊനൗൺ എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്ന പോയിന്റ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ, കാരണം ഇതിനെപ്പറ്റി പലർക്കും സംശയം തോന്നാറുള്ളതാണ്. ഈ സെൻറ്റൻസ് നോക്കൂ. ദിസ് ഇസ് മിനീസ് കാർ. ഇത് മിനിയുടെ കാറാണ്. അപ്പോൾ മിനിയുടെ എന്ന് പറയാൻ ഞാൻ എങ്ങനെ എഴുതിയത്? മിനി കഴിഞ്ഞിട്ട് എപ്പോസ്ട്രഫി എസ് എന്ന് ചേർത്തു. പക്ഷേ ഈ കാണിക്കുന്ന വാക്കുകൾ നോക്കൂ. മൈ കാർ, ഹിസ് കാർ, ഹർ കാർ, അവർ കാർ. ഇവിടെയെല്ലാം നമ്മുടേതാണ് കാർ എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ വാക്കുകളിലൊന്നും ഒരു എപ്പോസ്ട്രഫി എസിൻ്റെ ആവശ്യം വരുന്നില്ല അല്ലേ? അതുപോലെ തന്നെ ഹൂസ് കാർ, ആരുടെ കാറ് എന്ന് ചോദിക്കുമ്പോഴും അവിടെയും ഒരു എപ്പോസ്ട്രഫി എസ് വരുന്നില്ല. പക്ഷെ ചിലർക്കെങ്കിലും സംശയം തോന്നാറുണ്ട്, ഈ ഹൂസ് എന്നുള്ളത് ഇപ്പം ഞാൻ കാണിച്ചിരിക്കുന്ന രീതിയിലാണോ എഴുതേണ്ടതെന്ന്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ആദ്യത്തെ ഹൂസ് ആണോ രണ്ടാമത്തേതാണോ ശരി? ആദ്യത്തേതല്ലേ? രണ്ടാമത്തേത് അവിടെ എപ്പോസ്ട്രഫി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരുടെ കാർ എന്നുള്ള അർത്ഥം കിട്ടാൻ ഹൂ കഴിഞ്ഞിട്ട് എപ്പോസ്ട്രഫി എസ് ആഡ് ചെയ്യുകയല്ല വേണ്ടത്, അത് തെറ്റാണ്. അപ്പോൾ നമ്മൾ ഇനി വരുന്നത് ആ വാക്കിലേക്കാണ്. എപ്പോഴാണ് ഹൂ കഴിഞ്ഞ് എപ്പോസ്ട്രഫി എസ് ആഡ് ചെയ്യുന്നത്? അത് നമുക്ക് നോക്കാം. ഈ കാണുന്ന ഹൂസ് മുൻപ് നമ്മൾ കണ്ട ആരുടെ എന്നർത്ഥം വരുന്ന ഹൂസ് ഉണ്ടല്ലോ, അതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത വാക്കാണ്. ഇതിനെയും നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് ഹൂസ് എന്ന് തന്നെയാണ്. പക്ഷേ ഈ ഹൂസിൻ്റെ അർത്ഥം ഹൂ ഇസ് അല്ലെങ്കിൽ ഹൂ ഹാസ് എന്നതാണ്. അതായത് ഹൂ ഇസ് അല്ലെങ്കിൽ ഹൂ ഹാസിൻ്റെ ഷോർട്ട് ഫോം, ചുരുക്കെഴുത്താണ് ഇപ്പം നമ്മൾ ഈ കാണുന്ന ഹൂസ്. അപ്പോൾ ഈ ചോദ്യം നോക്കൂ. ഹൂസ് കമ്മിങ്, ആരാണ് വരുന്നത്? ഇതിൻ്റെ ഫുൾ ഫോം എന്താണ്? ഹൂ ഇസ് കമ്മിങ്. അപ്പോൾ നമുക്ക് എങ്ങനെ മനസ്സിലായി ഇവിടെ ഹൂ ഇസ് ആണ്, ഹൂ ഹാസ് അല്ല എന്ന്? ആ ഹൂ ഇസ് കഴിഞ്ഞ് വന്നിരിക്കുന്ന വാക്ക് നോക്കൂ, കമ്മിങ്, ING ഫോം, കണ്ടിന്യൂസ് ഫോം ആണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വരേണ്ടത് ഹൂ ഇസ് എന്നായിരിക്കും. ഹൂ ഹാസ് കമ്മിങ് എന്ന് നമ്മൾ പറയില്ലല്ലോ. അപ്പോൾ സെൻറ്റൻസിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ഹൂ ഇസ് ആണോ ഹൂ ഹാസ് ആണോ എന്നത്. ഇനി വേറൊരു ഉദാഹരണം നോക്കാം. ആരുടെ കയ്യിലാണ് റിമോട്ട് ഉള്ളത്? ഇംഗ്ലീഷിൽ ഹൂസ് ഗോട്ട് ദ റിമോട്ട്, ഹൂസ് ഗോട്ട് ദ റിമോട്ട്. ഈ ഹൂസ് ഹൂ ഇസ് ആണോ ഹൂ ഹാസ് ആണോ? നിങ്ങൾക്ക് മനസ്സിലായോ? ഹൂസ് കഴിഞ്ഞ് വന്നിരിക്കുന്ന വാക്ക് എന്താണെന്ന് നോക്കൂ, ഗോട്ട് ആണ്. ഗോട്ട് എന്ന് പറയുന്നത് ഗെറ്റ് എന്നതിൻ്റെ മൂന്നാമത്തെ ഫോമാണ്, V3 ഫോമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഹൂ ഹാസ് ആണ്. ഹൂ ഇസ് എന്ന് വരാൻ യാതൊരു നിർവാഹവും ഇവിടെ ഇല്ല. ഹൂ ഹാസ് ഗോട്ട് എ റിമോട്ടിൻ്റെ ഷോർട്ട് ഫോം ആണ് നമ്മളിപ്പോൾ ഈ കണ്ടത്. ഇനി മറ്റൊരു ചോദ്യം. ആർക്കാണ് വിശക്കുന്നത്? ഇംഗ്ലീഷിൽ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, ഹൂസ് ഹംഗ്രി, ഹൂസ് ഹംഗ്രി. ഈ ഹൂസ് എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഹൂ ഇസ് ഹംഗ്രി എന്നതാണ്. കാരണം ഹംഗ്രി എന്ന് പറയുന്നത് ഒരു ആഡ്ജക്റ്റീവ് ആണ്. അതിന് മുൻപൊരിക്കലും ഹൂ ഹാസ് ഹംഗ്രി എന്ന് പറയില്ല, ഹൂ ഇസ് ഹംഗ്രി എന്നേ വരുള്ളൂ. ഒരെണ്ണം കൂടെ നോക്കാം. ഹൂസ് ബീൻ ടു പാരീസ് ബിഫോർ. ആരാണ് ഇതിനു മുൻപ് പാരീസിൽ പോയിരിക്കുന്നത്? അപ്പോൾ ഹൂസ് ബീൻ എന്നാണ് ഞാൻ പറഞ്ഞത്. ബീൻ, ബിയുടെ V3 ഫോമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഹൂസ് ഹൂ ഹാസിൻ്റെ ഷോർട്ട് ഫോമാണ്. അങ്ങനെ നമ്മൾ കണ്ടു കഴിഞ്ഞു എങ്ങനെയാണ് ഹൂ, ഹും, ഹൂസ് ഒക്കെ ചോദ്യങ്ങളുടെ ഭാഗമായിട്ട് വരുന്നതെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, വേറൊരു രീതിയിൽ കൂടെ ഈ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കും. റിലേറ്റീവ് ക്ലോസസിൽ റിലേറ്റീവ് പ്രൊനൗൺസ് ആയിട്ട് ഈ വാക്കുകൾ വരാറുണ്ട്. അപ്പോൾ എന്താണ് ഈ റിലേറ്റീവ് ക്ലോസസ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഈ പറയുന്ന ഉദാഹരണം ഒന്ന് ശ്രദ്ധിക്കൂ കേട്ടോ. എൻ്റെ ചേച്ചി എന്നോടൊത്താണ് കഴിയുന്നത്. മൈ സിസ്റ്റർ ലിവ്സ് വിത്ത് മീ. ഇനി എൻ്റെ ചേച്ചിയെ പറ്റി കുറച്ചുകൂടെ കാര്യങ്ങൾ ഞാനിവിടെ പറയാൻ പോവുകയാണ്, കുറച്ചുകൂടെ ഇൻഫർമേഷൻ തരാൻ പോവുകയാണ്. എൻ്റെ ചേച്ചി ഡോക്ടറാണ്. അപ്പോൾ ഇതുകൂടെ ചേർക്കണമെങ്കിൽ നമ്മുടെ മലയാളത്തിലെ സെൻറ്റൻസ് എങ്ങനെയാക്കി പറയും നമ്മൾ? ഡോക്ടറായ എൻ്റെ ചേച്ചി എന്നോടൊത്താണ് കഴിയുന്നത് അല്ലേ? മലയാളത്തിൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതി, ഡോക്ടറായ എൻ്റെ ചേച്ചി. പക്ഷേ അത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഇങ്ങനെയാവും, മൈ സിസ്റ്റർ ഹൂ ഇസ് എ ഡോക്ടർ ലിവ്സ് വിത്ത് മീ. അപ്പോൾ ഞാനിവിടെ ഇടയ്ക്കൊരു ഭാഗം കൂടി ചേർത്തു, ഹൂ ഇസ് എ ഡോക്ടർ. കണ്ടോ? അതിനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ റിലേറ്റീവ് ക്ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൂ ഇസ് എ ഡോക്ടർ എന്ന് പറഞ്ഞത് കംപ്ലീറ്റ് ആയിട്ട് സ്വതന്ത്രമായിട്ടൊരു സെൻറ്റൻസ് ആണോ? അല്ല. അപ്പോൾ നമ്മൾ ഈ സെൻറ്റൻസിൻ്റെ കൂടെ ചേർത്തൊരു ഭാഗമാണത് അല്ലേ? അപ്പോൾ അതിനൊരു ക്ലോസ് നമുക്ക് വിളിക്കാം. അത് മാത്രമല്ല അത് റിലേറ്റീവ് ക്ലോസ് ആണ്. എന്തുകൊണ്ട്? ഞാനിവിടെ ആരെപ്പറ്റിയാണോ പറഞ്ഞത് ആ വ്യക്തിയെ പറ്റി കുറച്ചുകൂടി കാര്യങ്ങൾ അനുബന്ധമായിട്ട് പറയാനാണ് ഞാൻ ഈ ക്ലോസ് ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് ഞാനതിനെ റിലേറ്റീവ് ക്ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്ലോസിൽ ഒരു ഹൂ എന്ന വാക്ക് കണ്ടോ? ഹൂ ഇസ് എ ഡോക്ടർ.
ആ ഹൂ ചോദ്യം ചോദിക്കാനാണോ ഞാൻ ഉപയോഗിച്ചത്? ഹൂ ഇസ് എ ഡോക്ടർ എന്നാണോ ഞാൻ ചോദിച്ചത്? അല്ലല്ലോ, അതൊരു ചോദ്യമല്ല. റിലേറ്റീവ് ക്ലോസിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ ഹൂവിനെ ഉപയോഗിച്ചത്. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഈ ഹൂവിനെ നമ്മൾ വിളിക്കുന്ന പേര് റിലേറ്റീവ് പ്രൊനൗൺ എന്നാണ്. അപ്പോൾ ഈ റിലേറ്റീവ് ക്ലോസസിനെയും റിലേറ്റീവ് പ്രൊനൗൺസിനെയൊക്കെ പറ്റിയിട്ട് നമുക്ക് പിന്നീട് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി മനസ്സിലാക്കി പോവാം. ഇപ്പോൾ നമ്മൾ കണ്ട സെൻറ്റൻസ് ഉണ്ടല്ലോ, മൈ സിസ്റ്റർ ഹൂ ഇസ് എ ഡോക്ടർ ലിവ്സ് വിത്ത് മീ. ഇതിനെ നമുക്ക് ഇങ്ങനെയും പറയാമല്ലോ, മൈ സിസ്റ്റർ ഹൂസ് എ ഡോക്ടർ ലിവ്സ് വിത്ത് മീ. കാരണം ആ ഹൂ ഇസ് എന്നുള്ളത് നമുക്ക് ഷോർട്ടൻ ചെയ്ത് ഹൂസ് എന്ന് പറയാമല്ലോ. അതാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി മറ്റൊരു സെൻറ്റൻസ്, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സാലി പാട്ട് പാടുന്നതിൽ സമർത്ഥയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് സാലി പാട്ട് പാടുന്നതിൽ സമർത്ഥയാണെന്നല്ല, ഞാനൊരു എക്സ്ട്രാ ഇൻഫർമേഷൻ കൂടി ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സാലി. അപ്പോൾ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? സാലി ഹൂ വർക്ക്സ് വിത്ത് മീ ഇസ് ഗുഡ് അറ്റ് സിംഗിങ്. സാലി ഹൂ വർക്ക്സ് വിത്ത് മീ ഇസ് ഗുഡ് അറ്റ് സിംഗിങ്. കണ്ടോ ഹൂ യൂസ് ചെയ്തത്? ഇനി മറ്റൊന്ന്, സാറ കഴിഞ്ഞ വർഷം ജോലിയിൽ നിന്ന് വിരമിച്ചു, റിട്ടയർ ചെയ്തു. അപ്പോൾ സാറ റിട്ടയർഡ് ലാസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്, സാറയുടെ മകൻ എൻജിനീയർ ആണ്. അപ്പോൾ ഇംഗ്ലീഷിൽ പറയുന്നത് സാറ ഹൂസ് സൺ ഇസ് എൻ എൻജിനീയർ റിട്ടയർഡ് ലാസ്റ്റ് ഇയർ. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? സാറ ഹൂസ് സൺ ഇസ് എൻ എൻജിനീയർ റിട്ടയർഡ് ലാസ്റ്റ് ഇയർ. ഇനി മറ്റൊരു സെൻറ്റൻസ്, ഞങ്ങളുടെ നായയ്ക്ക് പക്ഷികളെ ചേസ് ചെയ്യാൻ, ഓടിക്കാൻ ഇഷ്ടമാണ്. പക്ഷേ ഒരു കാര്യം കൂടി ഞാനിവിടെ ചേർത്ത് പറയാണ്, ഞങ്ങളുടെ നായയുടെ പേര് കൂടെ. ബ്രൗൺ എന്ന പേരുള്ള ഞങ്ങളുടെ നായയ്ക്ക് പക്ഷികളെ ചേസ് ചെയ്യാൻ ഇഷ്ടമാണ്. എന്താ പറയുക? അവർ ഡോഗ് ഹൂസ് നെയിം ഇസ് ബ്രൗൺ ലൈക്സ് ടു ചേസ് ബേർഡ്സ്. കണ്ടോ, ഇവിടെ ഞാൻ ഹൂസ് ഉപയോഗിച്ചത് ഒരു മൃഗത്തെ പറ്റി പറയാനാണ് കേട്ടോ. അപ്പോൾ ഒരു ചോദ്യം, ഈ ഹൂസ് എന്നുള്ളത് ലിവിങ് തിങ്സിനെ പറ്റി, അതായത് ജീവനുള്ള വസ്തുക്കളെ പറ്റി പറയാൻ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ? അതാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അപ്പോൾ ഈ ഉദാഹരണം ഒന്ന് കേൾക്കൂ. ഈ മേശ നന്നാക്കേണ്ടതുണ്ട്. എങ്ങനെയുള്ള മേശ? കാലുകൾ ഒടിഞ്ഞ ഈ മേശ നന്നാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇംഗ്ലീഷിൽ പറയുന്നത് ദിസ് ടേബിൾ ഹൂസ് ലെഗ്സ് ആർ ബ്രോക്കൺ നീഡ്സ് ടു ബി ഫിക്സ്ഡ്. കണ്ടോ, ദിസ് ടേബിൾ ഹൂസ് ലെഗ്സ് ആർ ബ്രോക്കൺ നീഡ്സ് ടു ബി ഫിക്സ്ഡ്. ടേബിളിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്, ജീവനില്ലാത്തൊരു വസ്തുവാണ്. പക്ഷെ അവിടെ ഞാൻ ഹൂസ് എന്ന് ഉപയോഗിച്ചു. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നമ്മൾ ഈ ഹൂസ് എന്ന് ഉപയോഗിച്ചത് ചോദ്യം ചോദിക്കാനല്ല, നമ്മൾ ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ കൊടുക്കാൻ, ഒരു റിലേറ്റീവ് ക്ലോസിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഹൂസ് ഉപയോഗിച്ചത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ജീവനില്ലാത്ത വസ്തുക്കളെ പറ്റി പറയാനും ഹൂസ് എന്നത് ഉപയോഗിക്കാം. ഇന്നത്തെ ലെസണിൽ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയാനാണ് ഞാൻ ഈ 3 ചോദ്യങ്ങൾ ഇവിടെ ചോദിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കുക, എന്നിട്ട് കറക്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യുക, അത് കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, സ്പേസ് ഹാസ് ലെഫ്റ്റ് ദി അവൻ ഓൺ. ആരാണ് അവൻ ഓൺ ആക്കി ഇട്ടിട്ട് പോയിരിക്കുന്നത്? അപ്പോൾ ഓപ്ഷൻസ് നോക്കൂ. ഹൂസ്, രണ്ടാമത്തതും ഹൂസ്, മൂന്നാമത്തത് ഹൂ. അപ്പോൾ ഈ 2 ഹൂസും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ചോദ്യം ശരിക്ക് വായിക്കൂ, ഓപ്ഷൻ ചൂസ് ചെയ്യൂ. രണ്ടാമത്തത്, ഡു യു നോ സ്പേസ് ബുക്ക് ദിസ് ഇസ്? ഇത് ആരുടെ പുസ്തകമാണെന്ന് നിങ്ങൾക്കറിയാമോ? ഓപ്ഷൻസ് ഹൂ, ഹും, ഹൂസ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, മിസ്റ്റർ അലക്സ് സ്പേസ് എ ഫേമസ് റൈറ്റർ ഇസ് അവർ നെയ്ബർ. പ്രശസ്ത എഴുത്തുകാരനായ മിസ്റ്റർ അലക്സ് ഞങ്ങളുടെ അയൽവാസിയാണ്. ഓപ്ഷൻസ് ഹൂ, ഹൂസ്, ഹൂസ്. 2 ഹൂസും തമ്മിലുള്ള വ്യത്യാസം കണ്ടല്ലോ. അപ്പോൾ ചോദ്യങ്ങൾ നന്നായിട്ട് വായിച്ചിട്ട് ഉത്തരങ്ങൾ ചൂസ് ചെയ്യൂ കേട്ടോ. ഇന്നത്തെ ലെസൺ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നാണ് എൻ്റെ പ്രതീക്ഷ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. നമുക്കിനി അടുത്തതിൽ കാണാം. ബൈ.